അടുത്ത ക്വസ്റ്റ്യൻ. The escape velocity from a spherical planet is 10 km per second. The escape velocity from another planet, അതിൻ്റെ ഡെൻസിറ്റിയും റേഡിയസും 10% ഓഫ് ദോസ് ഓഫ് പ്ലാനറ്റ് എ. അപ്പോൾ രണ്ടാമത്തത് ρ2 എന്ന് വിചാരിച്ചാൽ എ എന്നുള്ളത് ഞാൻ 1 വിചാരിച്ച ഫസ്റ്റ് പ്ലാനറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി പറഞ്ഞ 10% അല്ലേ പറഞ്ഞ് 10% പറഞ്ഞാൽ 10/100 ρ1, ദാറ്റ് ഈസ് ρ1/10. അതേപോലെ പിന്നെന്താ പറഞ്ഞ് ഡെൻസിറ്റി ആൻഡ് റേഡിയസ്. യെസ്, സിമിലർലി രണ്ടാമത്തെ റേഡിയസ് ആദ്യത്തെ റേഡിയസിൻ്റെ 10%, ദാറ്റ് ഈസ് r1/10. ഇതാണ് തന്ന ഡാറ്റ. എസ്കേപ്പ് വെലോസിറ്റി ചോദിച്ചു. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ ഏതാ? √2 വലിയ ജി വലിയ വലിയ ആർ ആണല്ലോ. ഇവിടെ ഡെൻസിറ്റിൻ്റെ ടേംസിലായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇത് 4/3 πr³ റോ, അതായത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതിക്കൂടെ? യെസ്, /r. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഈ 2, 4 ഇത് കട്ട് ചെയ്ത് പോകും പോട്ടെ. അപ്പോൾ ഇതിലൊക്കെ കോൺസ്റ്റൻറ്റ് 2g 4/3 π ഇത് കോൺസ്റ്റൻ്റ് അല്ലേ? r³ r കട്ട് ചെയ്താൽ r². √r² എന്ന് പറഞ്ഞാൽ 6. ഡെൻസിറ്റി റൂട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് എനിക്ക് എസ്കേപ്പ് വെലോസിറ്റി പ്രൊപ്പോർഷൻ ടു √r എന്ന് എഴുതാലോ. യെസ്, √r അല്ല r√ρ, റൈറ്റ്. അപ്പോൾ രണ്ടാമത്തെ എസ്കേപ്പ് വെലോസിറ്റി ഒന്നാമത്തെ എസ്കേപ്പ് വെലോസിറ്റി ചെയ്താൽ റേഡിയസ് r2/r1, ഡെൻസിറ്റി റൂട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് ρ2/ρ1. അപ്പോൾ r2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് r1/10 ഇൻറ്റു ρ2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ρ1 ഇതൊരു r1 ഉണ്ട്, ഇവിടെ 10 ρ2, ദാറ്റ് ഈസ് വാട്ട് 1/10 √10 വരും അല്ലേ? അപ്പോൾ v2 ഈസ് ഈക്വൽ ടു v1 / 10 √10. യെസ്, ഇത് 10 km/s ആണ് പറഞ്ഞത്. 10 km/s എന്ന് പറഞ്ഞാൽ 10 × 10⁻³ m/s ഡിവൈഡഡ് ബൈ 10 √10. യെസ്, അപ്പോൾ 10 10 കട്ടായിപ്പോയി. 1000/10 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 100 √10. ഏത് യൂണിറ്റ്? m/s. അപ്പോൾ ആൻസർ ഈസ് 3. ഫൈൻ. യെസ്.